നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃകത്തിലേക്ക് സ്വാഗതം. ധനികരി സനി ഗമ 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 ഗരി സ ടിട്ടാങ്കട താതരിക്കട ടിട്ടാങ്കട താതരിക്കട ജിന്നു ജിന്നു തക് ജിന്നു ബിത് ജിന്നു തക് തക് ദിമ്മി ദിമ്മി തക് ജിന്നു തക് തക് ദിമ്മി ദിമ്മി തക് ജിന്നു തക് തക് ജിന്നു തക് ജിന്നു തക് തക് ജിന്നു തക് ഗമഗരി സ സ സ സ സ സ നി സ ദ സ നി സ ദ സ നി സ ദ സ നി ദ മ ഗ ഗ മ ഗ നി സ നി ദ മ ഗ മ ഗ മ ഗ മ ഗരി സ രി ഗ സ രി ഗ സ രി ഗ സ രി ഗ മ ഗ മ ഗ സ നി ദ മ നി ദ മ ഗ ദ മ ഗരി മ ഗരി സ. ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് മുതൽ ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നാടൻ കലാരൂപമാണ് വിൽപ്പാട്ട് അഥവാ വില്ലടിച്ചാൻപാട്ട്. ജന്മം കൊണ്ട് ഇതൊരു തമിഴ് കലാരൂപമാണെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതിന് ഏറെ പ്രചാരമുണ്ട്. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വില്ലിന്റെ ആകൃതിയിലുള്ള ഒരു സംഗീതോപകരണമാണ് ഇതിൽ പ്രധാനം. ഇതാകട്ടെ മണികളാൽ അലങ്കൃതവുമാണ്. വേഷം കൊണ്ടും അലങ്കാരം കൊണ്ടും ഈ കലാരൂപം ഏറെ വ്യത്യസ്തവും രസകരവുമാണ്. വില്ലാശാനും കോമാളികളും ഗായക സംഘവും ചേർന്നാണ് കഥ പറയുന്നത്. ഉണ്ണിയേശുവിന്റെ ജനനകഥ ഈ കലാരൂപത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കൂടരഞ്ഞിയിലെ നവതരംഗം കലാകാരന്മാരാണ്. മുഹൂർത്തമപി ജീവേ നരഃ ശുക്ലേന കർമ്മണ ന കൽപമപി കൃഷ്ണേന ലോകായുധം വിരോധിനാ. എന്താണ് ആശാനെ ആ പാടിയതിന്റെ അർത്ഥം? പച്ച മലയാളത്തിലൊന്ന് പറഞ്ഞാട്ടെ. പറയാം. ഉത്തമ കർമ്മം ചെയ്തുകൊണ്ട് ഒരു നിമിഷം ജീവിച്ചിരിക്കുന്നതാണ് സ്വർഗത്തിനും ഭൂമിക്കും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് ഒരു യുഗം ജീവിച്ചിരിക്കുന്നതിൽ ഭേദം. അതെന്തിനാണ് ആശാനെ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം? കാരണമുണ്ട്. ഉണ്ണിയേശുവിന്റെ ജനനകഥ പറയുന്ന നമുക്ക് യേശുദേവൻ തന്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു തന്ന ആ സൽപ്രവർത്തികളെ പറ്റി ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതെന്തായാലും നന്നായി. ആദിയിൽ ഭൂമിയും ആകാശവും ദൈവം സൃഷ്ടിച്ചുവല്ലോ. ആദിയിൽ ഭൂമിയും ആകാശവും ദൈവം സൃഷ്ടിച്ചുവല്ലോ. ഇരുളും വെളിച്ചവും വേർതിരിച്ചന്ന് സന്ധ്യയാ പ്രഭാതമായി. ഇരുളും വെളിച്ചവും വേർതിരിച്ചന്ന് സന്ധ്യയായി പ്രഭാതമായി. ആദിയിൽ ഭൂമിയും ആകാശവും ദൈവം സൃഷ്ടിച്ചുവല്ലോ. ദൈവം സൃഷ്ടിച്ചുവല്ലോ.
രണ്ടാം ദിവസം വെള്ളത്തെ വേർതിരിച്ചു. മൂന്നാം ദിവസം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും ഉണ്ടായി. ആചാരേ, ഈ സസ്യങ്ങളും ധാന്യച്ചെടികളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു മനുഷ്യന്റെ കഥ? താരാഗണങ്ങളെ സൃഷ്ടിച്ചു ദൈവം, സൂര്യനെയും പിന്നെ ചന്ദ്രനെയും. താരാഗണങ്ങളെ സൃഷ്ടിച്ചു ദൈവം, സൂര്യനെയും പിന്നെ ചന്ദ്രനെയും. ഭൂമിയിൽ പ്രകാശം ചൊരിയുവാനും ഇരവും പകലും തിരിക്കുവാനും. ഭൂമിയിൽ പ്രകാശം ചൊരിയുവാനും ഇരവും പകലും തിരിക്കുവാനും. താരാഗണങ്ങളെ സൃഷ്ടിച്ചു ദൈവം, സൂര്യനെയും പിന്നെ ചന്ദ്രനെയും. അത് കൊള്ളാമല്ലോ ആശാനെ. നാലാം ദിവസം അങ്ങനെ കഴിഞ്ഞു. അഞ്ചാം ദിവസം ദൈവം വീണ്ടും അരുളി ചെയ്തു. വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കും. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവാനും പക്ഷികളെ ഭൂമിയിൽ പെരുകുവാനും ദൈവം അനുഗ്രഹിച്ചു. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു മഹോന്നതനാം സർവേശ്വരൻ. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു മഹോന്നതനാം സർവേശ്വരൻ. ഭൂമിക്കുമേലും ജീവിക്കുമേലും ആധിപത്യം അവനുണ്ടെന്നരുൾ ചെയ്തു. ഭൂമിക്കുമേലും ജീവിക്കുമേലും ആധിപത്യം അവനുണ്ടെന്നരുൾ ചെയ്തു. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു മഹോന്നതനാം സർവേശ്വരൻ. ആശാനെ, ഇനി ഞാൻ പറയാം. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. പിന്നീട് പുരുഷനെയും പുരുഷന്റെ വാരിയലിൽ നിന്നും സ്ത്രീയെയും സൃഷ്ടിച്ചു. സാത്താനായ സർപ്പം പറഞ്ഞതനുസരിച്ച് വിലക്കപ്പെട്ട പഴം പറിച്ചു തിന്ന ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതെ, പിന്നീട് ആദം മുതൽ നോഹ വരെ അനേകം തലമുറകൾ ഉണ്ടായി. ഇബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലും അനേകരുണ്ടായി. ആചാരേ, ഉണ്ണിയേശുവിന്റെ ജനനം അതാണല്ലോ നമ്മുടെ വിഷയം. ആ കഥ പറയൂ. ആ, തുടങ്ങിക്കോളൂ ഗായകരെ. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു പരിശുദ്ധ കന്യാമറിയം. അവൾ പ്രസവിക്കും സൽപുത്രനെ യേശുവെന്നു വിളിച്ചിടേണം. അവൾ പ്രസവിക്കും സൽപുത്രനെ യേശുവെന്നു വിളിച്ചിടേണം. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു പരിശുദ്ധ കന്യാമറിയം. യേശുവിന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ തമ്മിൽ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതായി കാണപ്പെട്ടു. അതെ, ഒലിവ് മരങ്ങളാലും ഈന്തപ്പനകളാലും ചുറ്റപ്പെട്ട നസറത്ത് എന്ന സുന്ദരമായ ഗ്രാമത്തിലെ യോവാക്യമിന്റെയും അന്നയുടെയും പൊന്നുമകളായി ജനിച്ച മേരി എന്ന നിഷ്കളങ്കതയിലാണ് ദൈവപുത്രന് ജനിക്കാനുള്ള ഗർഭപാത്രത്തെ ദൈവം കണ്ടെത്തിയത്. ആശാനെ, ഇങ്ങനെ ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ ജോസഫ് എന്ത് ചെയ്തു? നീതിമാനായിടും ജോസഫ് അപ്പോൾ മറിയത്തെ അവമാനിതയാക്കിയില്ല. നീതിമാനായിടും ജോസഫ് അപ്പോൾ മറിയത്തെ അവമാനിതയാക്കിയില്ല. എങ്കിലും രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തന്നെ അയാൾ തീർച്ചയാക്കി. എങ്കിലും രഹസ്യമായി
മറിയത്തെ അപമാനിതയാക്കിയില്ല. അയ്യോ, അങ്ങനെ ഉപേക്ഷിച്ചാൽ മറിയം എന്തു ചെയ്യും? ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ജോസഫേ, നീ സംശയിക്കേണ്ട. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതിനാൽ നീ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന് രക്ഷകൻ എന്നർത്ഥമുള്ള യേശുവെന്ന് പേരിടണം. അവൻ ജനങ്ങളുടെ രക്ഷകനാകും. ജോസഫിനിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി വളരെ ബോധ്യമായി. ജോസഫിനിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി വളരെ ബോധ്യമായി. തൻ ഭാര്യ മറിയത്തിൻ പ്രസവത്തിലൂടെ ലഭിക്കുന്നു ശ്രേഷ്ഠനാം ഉണ്ണിയേശു. തൻ ഭാര്യ മറിയത്തിൻ പ്രസവത്തിലൂടെ ലഭിക്കുന്നു ശ്രേഷ്ഠനാം ഉണ്ണിയേശു. ജോസഫിനിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി വളരെ ബോധ്യമായി. ആശാനെ, ജോസഫ് ഒരു മാതൃകാ പുരുഷൻ തന്നെ. അത് പിന്നെ പറയാനുണ്ടോ? യെശയ്യാ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഓർത്തു. തന്റെ ഭാര്യയാകാൻ പോകുന്ന മറിയം പ്രസവിക്കുന്നതിലൂടെ എത്ര ശ്രേഷ്ഠനായ കുഞ്ഞിനെയാണ് ദൈവം പരിപാലിക്കാൻ തന്നെ ഏൽപ്പിച്ചു തരുന്നതെന്നോർത്ത് അദ്ദേഹം ആനന്ദിച്ചു. ഗലീലയായ നഗരമായ നസ്രത്തിലെ വീട്ടിൽ ഒരു ദിവസം അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവളുടെ മുമ്പിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഗബ്രിയേൽ എന്ന ദൈവദൂതൻ. അദ്ദേഹം പറഞ്ഞു, നന്മ നിറഞ്ഞവളേ, കന്യാമറിയമേ, നന്മ നിറഞ്ഞവളേ, കന്യാമറിയമേ, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയല്ലോ. കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയല്ലോ. നന്മ നിറഞ്ഞവളേ, കന്യാമറിയമേ. മേരി അദ്ദേഹത്തെ നോക്കി. അമ്പരപ്പോടെയും ഭയത്തോടെയുമാണ് അവൾ മാലാഖയെ നോക്കി. എന്താണ് ഇതിന്റെ അർത്ഥം? അവൾ ആലോചിച്ചു. ആശാനെ, മേരി ആകെ പേടിച്ചിരിക്കുന്നുവല്ലോ. അതെ, അപ്പോൾ മാലാഖ അവളെ ആശ്വസിപ്പിച്ചു. മേരി, നീ പേടിക്കണ്ട. നിന്നെ ദൈവം വിശിഷ്ടമായ ഒരു കാര്യത്തിന് തിരഞ്ഞെടുത്തിരിക്കും. നിനക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കും. അവന് നീ യേശുവെന്ന് പേരിടണം. ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് നൽകും. യാക്കോബിന്റെ ജനത്തെ അവിടെ നിന്ന് ഭരിക്കും. മാലാഖയോട് മേരി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ആശാനേ, ആശാനല്ലേ നേരത്തെ പറഞ്ഞത് ജോസഫ് മറിയത്തെ സ്വീകരിച്ചെന്ന്? മണ്ടൻ, മണ്ടൻ. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? അതിനു മുമ്പുള്ള കഥയാണല്ലോ ഇതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലല്ലോ എന്നോർത്ത് പറഞ്ഞതാ. അതെ, കോമാളി പറഞ്ഞത് ശരിയാണ്. മേരിയോട് മാലാഖ പറഞ്ഞു, പരിശുദ്ധ രൂപി നിന്നിൽ പ്രവർത്തിക്കും, നിൻ കുഞ്ഞു ദൈവത്തിൻ പുത്രനായിടും. പരിശുദ്ധ രൂപി നിന്നിൽ പ്രവർത്തിക്കും, നിൻ കുഞ്ഞു ദൈവത്തിൻ പുത്രനായിടും. സംശയിക്കേണ്ട നീ കന്യാമറിയമേ, നിൻ ജന്മം സഫലമതായിരുന്നു. സംശയിക്കേണ്ട നീ കന്യാമറിയമേ, നിൻ ജന്മം സഫലമതായിരുന്നു. പരിശുദ്ധ രൂപി നിന്നിൽ പ്രവർത്തിക്കും, നിൻ കുഞ്ഞു ദൈവത്തിൻ പുത്രനായിടും. നിൻ കുഞ്ഞു ദൈവത്തിൻ പുത്രനായിടും. അത് കേട്ടപ്പോൾ മേരിയുടെ അമ്പരപ്പും പേടിയും മാറി. അവൾ അനുസരണയോടെ ആ മാലാഖയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഗബ്രിയേൽ മാലാഖയ്ക്ക് സന്തോഷമായി. തന്റെ ദൗത്യം നിറവേറി. അദ്ദേഹം ഉടനെ തന്നെ അപ്രത്യക്ഷനായി.
മേരി എന്ന് വിളിക്കപ്പെടുന്ന മറിയം മാലാഖ പറഞ്ഞ ആ മംഗള വാർത്തയോർത്ത് അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. അവൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു. ആശാനെ, ആ കാണുന്നത് അഗസ്റ്റസ് ചക്രവർത്തിയുടെ കൊട്ടാരമല്ലേ? എന്താണ് അദ്ദേഹം പറയുന്നത്? അഗസ്റ്റസ് ചക്രവർത്തി ഒരു കാനേഷുമാരി കണക്കെടുക്കാൻ ഉത്തരവിട്ടു. അതിനാൽ എല്ലാവരും സ്വന്തം ദേശത്തെത്തിയേ തീരൂ. ബത്ലഹേംകാരനാണ് ജോസഫ്. അതിനാൽ പേരെഴുതിക്കാൻ ജോസഫും മേരിയും ദാവീദിന്റെ നഗരമായ ബത്ലഹേമിലേക്ക് യാത്ര പുറപ്പെട്ടു. നടക്കാൻ തീരെ വയ്യ. ജോസഫ് അവളെ ഒരു കഴുതയുടെ പുറത്ത് കയറ്റിയിരുത്തി പിന്നാലെ നടന്നു. ബത്ലഹേമിലെത്തിയവർ തങ്ങുവാനായൊരിടം തിരഞ്ഞു. ബത്ലഹേമിലെത്തിയവർ തങ്ങുവാനായൊരിടം തിരഞ്ഞു. സത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. മേരിക്കോ തീരെ വയ്യാതെയായി. സത്രങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. മേരിക്കോ തീരെ വയ്യാതെയായി. ബത്ലഹേമിലെത്തിയവർ തങ്ങുവാനായൊരിടം തിരഞ്ഞു. മേരിക്കാണെങ്കിൽ വഴിയോരത്തെവിടെയെങ്കിലും കിടന്നാ മതിയെന്നായി. ആശാനെ, പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വഴിവക്കത്ത് കിടത്തുന്നത് എങ്ങനെ? ജോസഫ് പലരോടും കിടക്കാൻ ഒരിടം ചോദിച്ചു നടന്നു. പക്ഷേ ആരും അവർക്ക് കിടക്കാൻ ഒരിടവും കൊടുത്തില്ല. വല്ലാത്തൊരു മനുഷ്യർ തന്നെ. അവസാനം ദയാലുവായ ഒരു സത്രം സൂക്ഷിപ്പുകാരൻ അവർക്ക് ഒരു പശുത്തൊഴുത്ത് കാണിച്ചു കൊടുത്തു. അത് ഒരു ഗുഹയായിരുന്നു. അവിടെ പശുക്കൾ വൈക്കോൽ തിന്നുകയായിരുന്നു. മറിയവും ജോസഫും ആ തൊഴുത്തിൽ വൈക്കോൽ വിരിച്ചൊരു മെത്ത തീർത്തു. മറിയവും ജോസഫും ആ തൊഴുത്തിൽ വൈക്കോൽ വിരിച്ചൊരു മെത്ത തീർത്തു. ആ രാത്രിയിൽ തന്നെ പിറന്നു ദേവൻ, പുൽമെത്തയിൽ തന്നെ കിടന്നു പുത്രൻ. ആ രാത്രിയിൽ തന്നെ കിടന്നു ദേവൻ, പുൽമെത്തയിൽ തന്നെ കിടന്നു പുത്രൻ. മറിയവും ജോസഫും ആ തൊഴുത്തിൽ വൈക്കോൽ വിരിച്ചൊരു മെത്ത തീർത്തു. വൈക്കോൽ വിരിച്ചൊരു മെത്ത തീർത്തു. അവർ കുഞ്ഞിനെ പശുത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ കിടത്തി. അതായിരുന്നു ദൈവപുത്രന്റെ പട്ടുമെത്താൻ. യേശുവെന്നാണ് നാം ഈ കുഞ്ഞിനെ വിളിക്കേണ്ടത്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യം മേരി ജോസഫിനെ ഓർമ്മിപ്പിച്ചു. ആശാനെ, ആ രാത്രി ബത്ലഹേമിനടുത്ത് കുന്നിൻ ചെരുവിൽ ആടുകളെ മേച്ചിരുന്ന ആട്ടിടയന്മാർ ഒരു അത്ഭുത വെളിച്ചം കണ്ടു. അവർക്ക് മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെടേണ്ട, മാലാഖ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു നല്ല വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത്. ബത്ലഹേമിലെ ഒരു പശുത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ഒരു കുഞ്ഞു ജനിച്ചു കിടക്കുന്നു. ആ കുഞ്ഞ് രക്ഷകനായ ക്രിസ്തുവാണ്. ദാവീദിന്റെ നഗരത്തിൽ ആ പൈതൽ അമ്മയോടൊപ്പം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആശാനെ, പെട്ടെന്ന് ഒരു സംഘം ദൈവദൂതന്മാർ വാനമേഘങ്ങളിൽ നിന്നും ഇറങ്ങി വന്നു. ആട്ടിടയന്മാർ അവരെ നോക്കി നിന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കു സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കു സമാധാനം. മനോഹരമാമി ഗാനമപ്പോൾ മാലാഖമാരും നായി പാടി. മനോഹരമാമി ഗാനമപ്പോൾ മാലാഖമാരും നായി പാടി.
ആ ദൈവദൂതന്മാർ അപ്രത്യക്ഷരായി. അപ്പോൾ ആട്ടിടയന്മാർ ആ കുഞ്ഞിനെ കാണാൻ വേഗം അവർ താമസിക്കാതെ തന്നെ പുറപ്പെട്ടു. ബത്ലഹേമിലെ പശുത്തൊഴുത്തിലെത്തി ഉണ്ണിയേശുവിനെ കണ്ടു. ആ ആട്ടിടയന്മാർ കുഞ്ഞിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ തൃപ്പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. പാവപ്പെട്ട ആ ആട്ടിടയന്മാർ ആ ദിവ്യ ദർശനം കൊണ്ട് അതിധന്യരായി. ആശാനെ, ദേവാലയത്തിൽ വെച്ചല്ലേ ശമയോൻ ആശീർവദിച്ചത്? ദേവാലയത്തിലെ വൃദ്ധനല്ലേ ശമയോൻ? ഉവ്വോ. ശിമയോൻ പറഞ്ഞു, ദൈവമേ, എനിക്കിനി സമാധാനത്തിൽ പോകാം. അങ്ങ് പറഞ്ഞയച്ച രക്ഷകനെ ഞാൻ കണ്ടു. ജനങ്ങൾക്ക് പ്രകാശം പരത്തുന്ന ദീപം, ഇസ്രായേൽ ജനതയുടെ മഹത്വം. ദേവാലയത്തിൽ അന്ന എന്ന സ്ത്രീയും ഉണ്ണിയേശുവിനെ വന്ദിച്ചു. എന്നാൽ ഈ സമയത്ത് ഹെരോദസിന്റെ അരമനയിൽ അരമന തന്നിൽ വാണരുളുന്നു ഹെരോദേസ് മഹാരാജാവ്. അരമന തന്നിൽ വാണരുളുന്നു ഹെരോദേസ് മഹാരാജാവ്. പണ്ഡിതന്മാരുടെ വിവരം കേട്ട് ഞെട്ടിത്തരിച്ചു ഹെരോദേസ്. പണ്ഡിതന്മാരുടെ വിവരം കേട്ട് ഞെട്ടിത്തരിച്ചു ഹെരോദേസ്. യൂദന്മാരുടെ രാജാവ് എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ഒരു വാൽനക്ഷത്രം കണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ കണ്ട് ആരാധിക്കണം. ജ്ഞാനികൾ പറഞ്ഞതനുസരിച്ച് ഹെരോദേസ് ഭയപ്പെട്ടു. തനിക്കെതിരായി ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. തന്റെ നിലയാകെ പരിങ്ങലിലായിരിക്കുന്നു. ആശാനെ, ഹെരോദേസ് തന്റെ പുരോഹിതന്മാരെയും നീതിജ്ഞരെയും പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി യേശുവിന്റെ ജനനം സംബന്ധിച്ച പ്രവചനങ്ങൾ ആരാഞ്ഞു. ജ്ഞാനികളെ വിളിച്ച് അവരെ ബത്ലഹേമിലേക്ക് യാത്രയാക്കി. ഹെരോദേസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മടങ്ങി വരുമ്പോ എനിക്ക് വിവരം തരണേ. എനിക്കും ചെന്ന് ആ കുഞ്ഞിനെ കണ്ടൊന്ന് ആരാധിക്കാനാണ്. ഹെരോദാസ് ആളൊരു തക്കിടി കൊണ്ടനാണല്ലോ. തക്കിടി മുണ്ടത്തരമൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഉണ്ണിയേശുവിനെ കണ്ട് തിരിച്ചു പോന്ന അവർ പിന്നെ ഹെരോദേസിന്റെ അടുത്തേക്ക് പോയതേ ഇല്ല. ആ ചതിയനെ കാണരുതെന്ന് സ്വപ്നത്തിൽ ദൈവദൂതൻ അവർക്ക് സന്ദേശം നൽകി. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ച വിവരമറിഞ്ഞ് ഹെരോദേസ് ആ പൈതലിനെ വധിക്കാൻ, അന്നാട്ടിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കാൻ ഉത്തരവിട്ടു. 2 വയസ്സിന് താഴെയുള്ളവരല്ല ആശാനെ? അതെ, പക്ഷേ യേശു രക്ഷപ്പെട്ടു. ആശാനെ, ഈ ഉണ്ണിയേശു ജനിച്ചത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ലോകമെങ്ങും ഉത്സാഹപൂർവം കൊണ്ടാടുന്ന ആ ക്രിസ്തുമസ് ആഘോഷങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ ആശാനെ. തിരുപ്പിറവിതൻ സന്ദേശമറിയിച്ചു നോമ്പു നോക്കുന്നു വിശ്വാസികൾ. തിരുപ്പിറവിതൻ സന്ദേശമറിയിച്ചു നോമ്പു നോക്കുന്നു വിശ്വാസികൾ. നക്ഷത്ര വിളക്കുകൾ കൊളുത്തി പുൽക്കൂടൊരുക്കി കരോൾഗാനം പാടിടുന്നു. നക്ഷത്ര വിളക്കുകൾ കൊളുത്തി പുൽക്കൂടൊരുക്കി കരോൾഗാനം പാടിടുന്നു. തിരുപ്പിറവിതൻ സന്ദേശമറിയിച്ചു നോമ്പു നോക്കുന്നു വിശ്വാസികൾ. നോമ്പു നോക്കുന്നു വിശ്വാസികൾ. വേണ്ടപ്പെട്ടവർക്കെല്ലാം ആശംസാ കാർഡുകൾ അയച്ചു. ക്രിസ്തുമസ് കേക്ക് മുറിച്ചു വിളമ്പിയും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചും ഭൂമിയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പരത്തിയ യേശുദേവന്റെ ജനനത്തെ അനുസ്മരിക്കാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്തുമസ് ഞങ്ങളും ആഘോഷിക്കാറുണ്ട് ആശാനെ. അതെ. തിർമരക്കൊമ്പുകൾ വളച്ചു കെട്ടി അതിൽ ചുവന്ന നാടകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ റീത്തുകളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് ക്രിസ്തുമസ് ട്രീ ഒരുക്കുന്ന സമ്പ്രദായം അങ്ങ് ജർമ്മൻകാർ തുടങ്ങി വെച്ചതുപോലെ ഞങ്ങളും ചെയ്യാറുണ്ട് ആശാനെ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യേശുദേവന്റെ സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിൽപ്പാട്ടിന്റെ അവസാന ഗാനം പാടാം. ആത്മനാഥനേശുവൻ അന്തരാത്മാവിൽ ആനന്ദത്തോടെ വന്നണഞ്ഞിടുന്നു. ആത്മനാഥനേശുവൻ അന്തരാത്മാവിൽ ആനന്ദത്തോടെ വന്നണഞ്ഞിടുന്നു. 1000 താരകൾ പുഞ്ചിരിച്ചു പിന്നിലാകാതെ നൃത്തമാടി
പാടിടുന്നു. ആത്മനാഥനേശുവൻ അന്തരാത്മാവിൽ ആനന്ദത്തോടെ വന്നണഞ്ഞിടുന്നു. ആത്മനാഥനേശുവൻ അന്തരാത്മാവിൽ ആനന്ദത്തോടെ വന്നണഞ്ഞിടുന്നു. ആനന്ദത്തോടെ വന്നണഞ്ഞിടുന്നു. ആനന്ദത്തോടെ വന്നണഞ്ഞിടുന്നു. നൂതനവും രസകരവുമായ പുത്തൻ ദൃശ്യാനുഭവങ്ങളുമായി പൈതൃകം അടുത്താഴ്ച എത്തും വരേക്കും നന്ദി, നമസ്കാരം.